ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളാണ് നോക്കുന്നുണ്ടായത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോൺസ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് നോക്കിയത് അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് അറ്റോമിക് മോഡൽസ് ഉണ്ടല്ലേ. ബോർ അറ്റോമിക് മോഡൽ ഉണ്ട്, വേവ് അറ്റോമിക് മോഡൽ ഉണ്ട്. വേവ് അറ്റോമിക് മോഡലാണ് നമ്മൾ മോഡേൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേവ് അറ്റോമിക് ബോണ്ട് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൽ ഇലക്ട്രോൺസിന് പാർട്ടിക്കിൾ നേച്ചർ ആസ് വെൽ ആസ് വേവ് നേച്ചർ കൂടി ഉണ്ട് എന്ന് പറയുന്നത് അല്ലേ. ക്ലാസിഫിക്കേഷൻ ഓഫ് ബോൺസ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി ബോൺസ്. പ്രൈമറിയിൽ അയോണിക്, കോവലന്റ് ആൻഡ് മെറ്റാലിക് ബോണ്ട്. അതിനുശേഷം വരുന്നതാണ് സെക്കൻഡറി ബോൺസ്. So secondary bonds പൊതുവെ they are weak when compared to primary bonds. So primary bonds ഉള്ള മോളിക്യൂൾസിൽ തന്നെ ഈ സെക്കൻഡറി ബോൺസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അത് ആറ്റംസിലും മോളിക്യൂൾസിലും ഉണ്ടാവും. ഓക്കെ, they are intermolecular bonds. അപ്പോൾ അതിലും 3 types ഉണ്ട്: ഡിസ്പേർഷൻ ബോണ്ട്, പെർമനന്റ് ഡൈപോൾ ബോണ്ട് ആൻഡ് ഹൈഡ്രജൻ ബോണ്ട്. സോ ഫസ്റ്റ് വൺ ഡിസ്പേർഷൻ ബോണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴും ഒരു ഡൈപോൾ, ഇലക്ട്രിക്കൽ ഡൈപോൾ കൊണ്ടാണ് ഇവിടെ ഉണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, ഈ ബോണ്ട് ഫോർമേഷൻ ഉണ്ടാകുന്നത്. നമുക്കറിയാം സിമെട്രിക്കൽ മോളിക്യൂൾസിലെല്ലാം ഈ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടല്ലേ, ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെ അതൊരു സ്പേസിൽ അല്ലെ. നമ്മൾ വേവ് മോഡൽ എന്താ പറയുന്നത്, സെൻട്രൽ ന്യൂക്ലിയസിന് ചുറ്റിലായിട്ട് ഒരു പർട്ടിക്കുലർ ഓർബിറ്റിലല്ല ഇലക്ട്രോൺ കറങ്ങുന്നത്, പക്ഷെ അത് സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണ് അവിടെ നടക്കുന്നത് അല്ലെ. സോ നമ്മളിപ്പോൾ ഇലക്ട്രോൺസ് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻ്റ് ആറ്റംസ് എടുത്തു കഴിഞ്ഞാൽ, സോ രണ്ട് ആറ്റംസ് ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ന്യൂക്ലിയസ് കോയിൻസൈഡ് ചെയ്യുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ചാർജസ് ഈക്വലി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവണം ചുറ്റിലും. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ ഓൾ സിമെട്രിക് മോളിക്യൂൾസ് ആൻഡ് ഇൻ ഓൾ നോബിൾ ഗ്യാസ് ആറ്റംസ് ദ ഓവറോൾ സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഈസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദി പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ്. അപ്പോൾ സെൻട്രൽ ന്യൂക്ലിയസ് സിമെട്രിക്കൽ ആയിട്ടായിരിക്കും അതിന്റെ ഇലക്ട്രോൺ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, hence the centers of positive and negative charges coincide. But as a result of random movement of the electron, there may be momentary change in the symmetric spatial distribution of electrons, resulting in a momentary shift in the centers of positive and negative charges. പക്ഷേ ഇത് ഈ റാൻഡം ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് ചില കേസസിൽ എന്താണ് ഇലക്ട്രോൺ മൂവ്മെന്റ് ഉണ്ടാവുകയും ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജസിന്റെ ഇക്വിലിബ്രിയം മാറുകയും ചെയ്യും. ഓക്കെ, സോ ദാറ്റ് വിൽ ക്രിയേറ്റ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഒരു ഡൈപോൾ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഡൈപോൾ മാറി പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് മാറി മാറി വരുന്നതിനെയാണ് ഡൈപോൾ എന്ന് പറയുന്നത്. ആ ഡൈപോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതെന്തുണ്ടാവും, പരസ്പരം ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. സോ ഒരു സിംഗിൾ ഡൈപോൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു സെക്കൻഡ് ഡൈപോളിനെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ അത് ഒരു ചെയിൻ ഓഫ് ഡൈപോൾസ് ക്രിയേറ്റ് ചെയ്യും. Okay, that is one of these dipoles can in turn produce a displacement of the electron distribution in an adjacent molecule or atom. A second dipole is thus created. A bonding results due to the electrostatic attraction between the positive end of one dipole and the negative region of the adjacent one. Okay, അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും റീജൻസ് തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ബോണ്ട് അവിടെ ഉണ്ടാകുന്നത്. ആ ടൈപ്പ് ബോണ്ടിനാണ് നമ്മൾ ഡിസ്പേർഷൻ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനീഷ്യൽ കേസസിൽ എന്താണ് ചാർജസ് എല്ലാം യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇലക്ട്രോൺസ്. സെക്കൻഡ് കേസിൽ അത് ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് പോളറൈസ് ചെയ്ത് നിൽക്കുന്നത് കാണാം. സോ അവിടെ ഒരു ഡൈപോൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഒരു ഭാഗം നെഗറ്റീവായിട്ടും മറ്റേ ഭാഗം പോസിറ്റീവായിട്ടും ആക്ട് ചെയ്യും. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഡൈപോൾ ബോണ്ട് ദർ. ദെൻ അതർ വൺ ഈസ് എ പെർമനന്റ് ഡൈപോൾ ബോണ്ട്. ഓക്കെ, പെർമനന്റ് ഡൈപോൾ ബോണ്ട് ഉണ്ടാകുന്നത് എന്താണ്, ബിക്കോസ് ഓഫ് certain molecules they will be സിമെട്രിക്കൽ അറേഞ്ച്മെന്റ് ആയിരിക്കില്ല. they will be permanently asymmetrical. ഓക്കെ, അപ്പോൾ അവിടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് റീജിയൻസ് ഉണ്ടാവും. അപ്പോൾ അത് അവിടെ ഒരു ഡൈപോൾ എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മോളിക്യൂൾസിന് പോളാർ മോളിക്യൂൾസ്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ നോക്കിയ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് HF. അപ്പോൾ അതിൽ നമുക്ക് കാണുന്നത് പെർമനന്റ് ഡൈപോൾ ബോണ്ടാണ്. അതുപോലെ ഒരു ബോണ്ടും കൂടിയുണ്ട്, ദാറ്റ് ഈസ് ഹൈഡ്രജൻ ബോണ്ട്. ആക്ച്വലി നമുക്കറിയാം ഓൾറെഡി പ്രൈമറി ബോണ്ട് ഉള്ള കേസസിലും ഇതുപോലത്തെ ഹൈഡ്രജൻ ബോണ്ട് വരാം. ഹൈഡ്രജനുമായിട്ട് ബോണ്ടിങ് നടക്കുന്ന നമ്മൾ നോക്കിയ H2O കോവലന്റ് ബോണ്ടാണ് അവിടെ, പക്ഷെ അവിടെ ഹൈഡ്രജൻ ബോണ്ടിന്റെ പ്ലേ വരുന്നുണ്ട്. ഓക്കെ, സോ ഹൈഡ്രജൻ ബോണ്ടിങ് ഓർ ഹൈഡ്രജൻ ബ്രിഡ്ജ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ്
polar molecular bond. It occurs between molecules in which hydrogen is covalently bonded to another element. The single hydrogen electron is shared with the other atom, making the hydrogen atom a positively charged bare proton. അപ്പോൾ അവിടെ ഈ വാലൻസ് ഇലക്ട്രോൺ ഷെയർ ചെയ്ത ഹൈഡ്രജൻ എന്താവും, അതൊരു പോസിറ്റീവ് ചാർജ് ആയിട്ട് ആക്ട് ചെയ്യും. This highly positive charged end of the molecule is capable of establishing a strong electrostatic attraction to the negative end of the adjacent molecule. അപ്പോൾ ഓൾറെഡി ഒരു കോവലന്റ് ബോണ്ട് ഫോർമേഷൻ നടന്നിട്ടുണ്ട് വിത്ത് ഹൈഡ്രജൻ. അവിടെ തന്നെ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും, ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ട് ആക്ട് ചെയ്യും, അതിൻ്റെ ഒരു വാലൻസ് ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ട്. കാരണം അവിടെ ഷെയറിംഗ് ആണ് വരുന്നത് കോവലന്റ് ബോണ്ടിൽ. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് അതിൻ്റെ അടുത്ത മോളിക്യൂൾസിന്റെ നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സെക്കൻഡറി ടൈപ്പ് ഓഫ് ബോണ്ട്. An example is the attraction between H2O molecules. H2O moleculesന്റെ അട്രാക്ഷൻ ആണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ അതിൽ വരുന്ന ഒരു പർട്ടിക്കുലർ ടേം ആണ്, അല്ലെങ്കിൽ ചോദിക്കാം, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അനോമലസ് ബിഹേവിയർ ഓഫ് ഐസ് ഫ്ലോട്ടിംഗ് ഇൻ വാട്ടർ. നമുക്കറിയാം വാട്ടർ H2O ആണ്, വാട്ടറും ഐസ് H2O ആണ്, അതിൻ്റെ മോളിക്യൂൾ ലെവൽ സെയിം ആണ്, നല്ല സ്ട്രക്ചറൊക്കെ. പക്ഷെ ഐസിൻ്റെ ഡെൻസിറ്റി കുറവാണ് അല്ലേ. നമുക്കൊരു ഐസ് വാട്ടർ നമ്മൾ ഐസ് ആകുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയും, അല്ലെങ്കിൽ അതിൻ്റെ വോളിയം കൂടുന്നുണ്ട് അല്ലേ. സോ ഐസ് എപ്പോഴും ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഹൈഡ്രജൻ ബോണ്ട് എപ്പോഴും ഈ വാട്ടർ മോളിക്യൂൾസിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടി നിർത്താൻ വേണ്ടിയിട്ടാണ് അത് നോക്കുന്നത്. ഓക്കെ, സോ ഹൈഡ്രജൻ ബോണ്ട് ആക്ച്വലി ഇറ്റ് കീപ് വാട്ടർ മോളിക്യൂൾസ് അറ്റ് എ ഗ്രേറ്റർ ഡിസ്റ്റൻസ്. അപ്പോൾ അത് ലോവർ ടെമ്പറേച്ചറിലാണ് അത് പ്രിഡോമിനൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 4°C ആണ്. അപ്പോൾ 4°C താഴേക്ക് ഈ ഹൈഡ്രജൻ ബോണ്ട് പ്രിഡോമിനൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇറ്റ് വിൽ ട്രൈ ടു കീപ് ദി വാട്ടർ മോളിക്യൂൾസ് അറ്റ് ദ ഫാർദസ്റ്റ്, ഓക്കെ, ഏറ്റവും ദൂരം ഡിസ്റ്റൻസിലേക്ക് നിർത്താൻ നോക്കും. പക്ഷെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് അത് ആ ഡിസ്റ്റൻസ് കുറയും. സോ അപ്പോൾ അതുകൊണ്ടാണ് 4°C താഴേക്ക് വാട്ടർ മോളിക്യൂൾസ് അത് എക്സ്പാൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നതും. അപ്പോൾ ഐസിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. ദാറ്റ്സ് വൈ ഐസ് ഈസ് ഫ്ലോട്ടിംഗ് ഓൺ ദ വാട്ടർ. ദാറ്റ് ഈസ് ഡ്യൂ ടു ദി ബിക്കോസ് ഓഫ് ദിസ് ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് അറ്റ് ടെമ്പറേച്ചർ ലോവർ ദാൻ 4°C, density of water starts lowering. When it solidifies, ice also shows anomalies when compared with other solids. ഓക്കെ, അപ്പോൾ 4°C താഴെയാണ് ഈ ഫെനോമിനൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടറിന് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് 4°C. 4°C താഴേക്ക് അതിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞുകൊണ്ട് പോകും. ആൻഡ് ദാറ്റ് ഈസ് ഡ്യൂ ടു ദി ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ. ഓക്കെ, so ice will be having lower density compared to water at a higher temperature. That is the reason why ice floats on water. As a gas, water is one of the lightest known. As a liquid, it is much denser than expected, and as a solid, it is much lighter than expected when compared with its liquid form. അപ്പോൾ സോളിഡ് ഫോമിൽ അത് ലിക്വിഡ് ഫോമിനേക്കാളും ലൈറ്റർ മെറ്റീരിയൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ മാക്സിമം ഡെൻസിറ്റി അറ്റൈൻ ചെയ്യുന്നത് 4°C. ആൻഡ് this anomalous behavior of ice floating on water is due to the formation of this hydrogen bond. Okay, അപ്പോൾ അത് ചിലപ്പോൾ ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാം, ഐസ് ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ എന്നുണ്ട്. ഇനിയുള്ളത് കുറേ ടേംസ് ആണ്, നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. ഞാൻ അതിലേക്ക് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ബോണ്ടിങ് ഫോഴ്സസ്, ദർ വിൽ ബി അട്രാക്റ്റീവ് ഫോഴ്സസ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സസ് അല്ല അറ്റോമിക് ബോണ്ടിങ്ങിൽ. സോ എപ്പോഴും അവിടെ ഒരു ഇക്വിലിബ്രിയം ഫോഴ്സിലാണ് അവിടെ ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാല്. സോ അതിനെ നമ്മൾ കോഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ദ നെറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ദി കോഹസീവ് ഫോഴ്സ് ഓർ ദി കോഹസീവ് സ്ട്രെങ്ത്. FM കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ സം ഓഫ് ദി അട്രാക്റ്റീവ് ഫോഴ്സ് ആൻഡ് ദി റിപ്പൾസീവ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ 2 ആറ്റംസ് തമ്മിൽ ബോണ്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ 2 ആറ്റംസിനെ വേർപിരിക്കാൻ വേണ്ടിയിട്ട്, ടു സെപ്പറേറ്റ് ദ ആറ്റംസ് to an infinite distance അല്ലെ, we need to give certain amount of force. So നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് it should be greater than the this cohesive force. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രെങ്ത് കോഹസീവ് സ്ട്രെങ്ത്തിനേക്കാളും കൂടുതലായിരിക്കണം. ഓക്കെ, സോ FM is the net force and it is called the cohesive force. അതുപോലെ നോക്കിയതാണ് ബോണ്ടിങ് എനർജി, ബോണ്ട് എനർജി ആൻഡ് ബോണ്ട് ലെങ്ത്. ഓക്കെ, സോ ഈ സെപ്പറേഷൻ ബോണ്ട് എനർജി എന്ന് പറയുന്നത്. Okay, that is the energy required or the minimum energy
required to separate the atoms from their equilibrium distance അല്ലേ. അത് ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. സോ ദാറ്റ് മിനിമം എനർജി റിക്വയർമെന്റ് ഓർ ദാറ്റ് മിനിമം എനർജി ഇസ് കോൾഡ് ദി ബോണ്ട് എനർജി. ഓക്കെ. അതുപോലെ തന്നെ ബോണ്ട് ലെങ്ത് പറയുന്നത് എന്താണ്? സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു ആറ്റംസ്. രണ്ട് ആറ്റത്തിന്റെ ഇടയിലുള്ള സെന്റർ ടു ഇപ്പോൾ കേഴ്സർ കാണുന്ന ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ R0 കൊണ്ട് റെപ്രസെന്റ്, അതാണ് ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. ഒരു സെന്ററിൽ നിന്ന് അടുത്ത സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ ഈ എനർജി ഇപ്പൊ ഇതിൽ നോക്കിയാൽ നെറ്റ് എനർജി, നമുക്ക് ഈ നെറ്റ് എനർജി ലെവൽ ഡിഫറെന്റ് ആയിരിക്കും. ഓരോ ഡിഫറെന്റ് ആറ്റംസിന് ഈ നെറ്റ് എനർജി ലെവൽ ഡിഫറെന്റ് ആയിരിക്കും ഓരോ മെറ്റീരിയലിനും. അപ്പോൾ ചില കേസിൽ അത് ഡീപ്പ്, ഇവിടെ ഈ നെറ്റ് എനർജി കാണിക്കുന്നത് ഡീപ്പ് ആയിരിക്കാം. ഡീപ്പ് ഇവിടെ ഒരു വെൽ പോലെ അല്ലെ, ഒരു ക്രസ്റ്റ് പോലെ കാണിക്കാം. അതുപോലെ ഇവിടെ ഷാഡോ ആണ് കാണിക്കുന്നത് മുകളിൽ. അപ്പോൾ അതിന്റെ ഡിഫറൻസ് വരാം. ഇപ്പോൾ ഇവിടെ റെഡ് സ്കെച്ചിൽ കാണിക്കുന്ന ഈ ഒരു എനർജി വെല്ല് ഡിഫറെന്റ് ആയിട്ട് വരാം. ഓക്കെ, ദാറ്റ് ക്യാൻ ബി ഡീപ്പ് ആൻഡ് ഷാലോ എനർജി വെൽസ്. ഓക്കെ, അപ്പോൾ അത് ഈ എനർജി വെല്ല് പറയുന്നത് എന്താണ്? നമ്മളെ ഈ എനർജീൻ്റെ, അല്ലെങ്കിൽ ടോട്ടൽ എനർജീൻ്റെ, നെറ്റ് എനർജീനെ റെപ്രസെന്റ് ചെയ്യുന്ന കർവ് ആണ് ആ എനർജി വെല്ലായിട്ട് കാണുന്നത്. ഓക്കെ, ബോൺസ് വിത്ത് ലാർജർ വാല്യൂസ് ഓഫ് E0 are called deep energy well bonds, and those with smaller values are called shallow energy well bonds. അതുപോലെയുള്ള ജനറൽ ടേംസ് ഉണ്ട് കുറേ. അറ്റോമിക് റേഡിയസ്, ബോണ്ട് ലെങ്ത്, ഈ ടെർമിനോളജീസ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. ഡെൻസിറ്റി, മെൽറ്റിംഗ് ബോയിലിംഗ് ടെമ്പറേച്ചർ, തെർമൽ എക്സ്പാൻഷൻ, മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, സ്ട്രെങ്ത്, തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. സോ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് അതിൽ വരുന്ന കുറേ ടെർമിനോളജീസ് ആണ്. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. സോ യു ക്യാൻ അഗെയിൻ ഗോ ത്രൂ ദ PDFs. ഓക്കെ, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് ക്രിസ്റ്റലോഗ്രഫി ആണല്ലേ. കാരണം എല്ലാ മെറ്റീരിയൽസും അതിൻ്റെ അറ്റോമിക് അല്ലെങ്കിൽ അയോണിക് അറേഞ്ച്മെന്റ് വെച്ചിട്ടാണല്ലേ അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോളിഡ് മെറ്റീരിയൽസ് മേ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദി റെഗുലാരിറ്റി വിത്ത് വിച്ച് ആറ്റംസ് ഓർ അയോൺസ് ആർ അറേഞ്ച്ഡ് വിത്ത് റെസ്പെക്ട് ടു വൺ അനദർ. So while solidification, atoms of some materials arrange themselves in a regular systematic pattern in 3 dimensions. Such materials are called crystalline materials. ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് ഉണ്ട്, നോൺ ക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ അമോർഫസ് മെറ്റീരിയൽസ് ഉണ്ട് അല്ലേ. ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അതിന്റെ ആറ്റംസ്. സോ അത്തരത്തിലുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അല്ലേ. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇപ്പം എല്ലാ മെറ്റാലിക് മെറ്റീരിയൽസ്, ദേ ആർ ക്രിസ്റ്റലൈൻ ഇൻ നേച്ചർ. And many ceramic materials and certain polymers, they are all crystalline materials. Okay, so these properties of this crystalline material depends on the structure. അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാകും. നമുക്ക് അറിയാം ഡിഫറെന്റ് സ്ട്രക്ചർ ഉണ്ടല്ലേ. BCC ആവാം, HCP ആവാം, അങ്ങനെ അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ക്രിസ്റ്റൽ സ്ട്രക്ചർ, അതുപോലെ സ്പേസ് ലാറ്റിസ്, then crystal lattice, unit cell. So these are the different terminologies coming in the crystallography. Crystal structure എന്താണ്? A 3-dimensional periodic arrangement of atoms in space. അതിനെ നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷെ അതിനെ നമ്മൾ അതിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഒരു ലാറ്റിസ് സ്പേസ് ആയിട്ടാണ് പറയുന്നത്. ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫിസിക്കൽ ഒബ്ജക്ട്. ബട്ട് സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ഈ ലാറ്റിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത് ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ ഒരു ജോമെട്രിക് റെപ്രസെന്റേഷനെയാണ് നമ്മൾ സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത്. Okay, that is a 3-dimensional periodic arrangement of points in space coinciding with the atom position. അതിനാണ് സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത്. So actual crystal structures there will be atoms അല്ലെ. So atoms will be arranged in a particular fashion or particular pattern അല്ലെ. 3-dimensional ആയിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ബട്ട് അത് ആക്ച്വൽ ക്രിസ്റ്റലിന്റെ കേസിൽ. ബട്ട് ഈ കേസിൽ എന്താണ്? അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പോയിന്റ് ആയിട്ടാണ്. സോ അന്നേരം നമ്മൾ അതിനെ ലാറ്റിസ്, ക്രിസ്റ്റൽ ലാറ്റിസ് എന്നാണ് വിളിക്കുന്നത്. ക്രിസ്റ്റൽ സ്ട്രക്ചറിന് പകരം ക്രിസ്റ്റൽ ലാറ്റിസ്. സോ ദർ എ 3-dimensional സ്പേസ് കോയിൻസൈഡിങ് വിത്ത് ദ ആറ്റം പൊസിഷൻ. എത്ര ആറ്റം പൊസിഷൻ പകരം നമ്മൾ ഓരോ പോയിന്റ് ഇട്ടിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ വരച്ചല്ല, സ്പേസ് ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ നമ്മൾ പോയിന്റ് വെച്ചിട്ടാണ് ആറ്റംസിനെ കാണിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ ജോമെട്രിക് കൺസെപ്റ്റ്. യൂണിറ്റ് സെൽ അല്ലെ, എന്താണ് യൂണിറ്റ് സെൽ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ define the following not unit cell, space lattice, crystal structure എന്ന് വെച്ച് ചോദിക്കാം. So unit cell is the basic structural unit or building block of the crystal structure and defines the crystal structure by virtue of its geometry and the atom positions within. അല്ലെങ്കിൽ a region of space which can generate the entire lattice by repetition
ത്രൂ ലാറ്റിസ് ട്രാൻസ്ലേഷൻ. സോ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ക്രിസ്റ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ്സിന്റെ ഈ പർട്ടിക്കുലർ ഫാഷനിൽ ഒരു റിപ്പീറ്റഡ് ആയിട്ട് 3 ഡയമെൻഷൻ ഫാഷനിൽ ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും ഈ ക്രിസ്റ്റൽസിൽ ഉണ്ടാകും. സോ ആക്ച്വലി എന്താണ് അവിടെ റിപ്പീറ്റ് ആവുന്നത്, ഷേപ്പ് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ദ യൂണിറ്റ് സെൽ. സോ ദാറ്റ് യൂണിറ്റ് ഈസ് ആക്ച്വലി റിപ്പീറ്റിംഗ്. സോ യൂണിറ്റ് സെല്ലിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽ ഉണ്ട്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിയ ഈ ഒരു എക്സാമ്പിളിൽ ക്രിസ്റ്റൽ യൂണിറ്റ് സെൽ നിങ്ങൾക്ക് കാണാം. യൂണിറ്റ് സെൽ ആൻഡ് ലാറ്റിസ് സ്ട്രക്ചർ ഫസ്റ്റ് ഫിഗറിൽ കാണാം. ഒരു യൂണിറ്റ് സെൽ ഉണ്ട്, അതിന്റെ റിപ്പീറ്റഡ് ആയിട്ട് പോകുമ്പോഴാണ് നമുക്ക് അവിടെ കിട്ടുന്ന ലാറ്റിസ് സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആറ്റംസ് അറേഞ്ച്മെന്റ് ഇപ്പൊ സെക്കൻഡ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയെല്ലാം നിങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇതിനെയാണ് ലാറ്റിസ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ദാറ്റ് ലാറ്റിസ് പോയിന്റ് റെപ്രസെന്റ് ആൻ ആറ്റം. ആക്ച്വലി ഇഫ് ഇവിടെ ഒരു ആറ്റം ആണ് ഉള്ളതെങ്കിൽ ആക്ച്വലി ഇവിടെയും ഈ രണ്ട് കോർണറിലെ ആറ്റം തമ്മിൽ പരസ്പരം ടച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെ, അത് മുട്ടി നിൽക്കുന്നതായിരിക്കും. ഓക്കെ, പക്ഷെ നമ്മളിത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒരു ജോമെട്രിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് എടുക്കുമ്പോൾ ആറ്റംസിനെ റീപ്ലേസ് ചെയ്ത് നമ്മളവിടെ പോയിന്റ്സ് ആണ് കാണിക്കുന്നത്. അതിനെയാണ് നമ്മൾ ലാറ്റിസ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ ലാറ്റിസ് പോയിന്റ്സ് പർട്ടിക്കുലർ ഫാഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ക്യൂബിക് ഫാഷനിലാണ് അല്ലെ. അപ്പൊ ഈ ക്യൂബ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് എൻ്റയർ ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാക്കുന്നത്. സോ അതിന്റെ ആ പർട്ടിക്കുലർ ഒരു ക്യൂബിനെയാണ് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ യൂണിറ്റ് സെൽ ഡിഫൈൻ ചെയ്യുമ്പോൾ ദർ ആർ certain parameters, lattice parameters നോക്കാം. So unit cells for most crystal structures are this type of parallelepipeds, parallelogram in the 3D form, parallelepipeds or prisms having 3 pairs of parallel faces. Shape and size of the unit cell is given by 6 lattice parameters. അപ്പോൾ നമുക്ക് ഈ ഒരു യൂണിറ്റ് സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലാറ്റിസ് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. So there are 6 lattice parameters or 6 lattice vectors. ഏതൊക്കെയാണ്? First one is the ABC ഒരു ഗ്രൂപ്പ്, that is the interatomic spacing along the 3 axes. So ഈ യൂണിറ്റ് സെല്ലിന് നമ്മൾ ആക്സിസ് സ്പേസ് നോക്കുകയാണെങ്കിൽ there will be 3 axes H, Y and Z. So A, B and C are the interatomic spacing or the atomic spacing അല്ലെ. ഓരോ ആറ്റംസ് തമ്മിൽ, ഓരോ ആക്സിസിലെ ആറ്റംസിന്റെ പരസ്പരമുള്ള ഡിസ്റ്റൻസ്, സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ABC കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ആൽഫ ബീറ്റ ഗാമ ആർ ദി ഇന്റർ-ആക്സിയൽ ആംഗിൾസ്. ഓരോ ആക്സിസിന്റെ ഇടയിലെ ആംഗിൾ ആണ് ആൽഫ ബീറ്റ ഗാമ. So these are the 6 lattice parameters. Depending upon the relation between the lattice parameters, unit cell can be classified into 7 groups known as crystal systems. ഇപ്പൊ നമുക്ക് കാണുന്ന യൂണിറ്റ് സെൽ നോക്കിയാൽ നമുക്ക് ആൽഫ ബീറ്റ ഗാമന്റെ വാല്യൂ നമുക്ക് അറിയാം. ദേ വിൽ ബി 90 ഡിഗ്രി അല്ലെ. ആക്ച്വലി അതൊരു ക്യൂബ് അല്ല, നമുക്ക് ക്യൂബിക് റെപ്രസെന്റേഷൻ ആയിട്ട് നമ്മൾ എളുപ്പത്തിന് നമ്മൾ ക്യൂബിക് റെപ്രസെന്റേഷനാണ് വരക്കുന്നത്. എല്ലാം എന്താണ് പാരലോപിപ്പിഡ്സ് ആണ്. അതായത് നമ്മൾ പാരലോഗ്രാം അല്ലെ, പാരലോഗ്രാമിന്റെ 3 ഡയമെൻഷനിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിനാണ് പാരലോപിപ്പിഡ്സ് പറയുന്നത്. അല്ലെങ്കിൽ ചില കേസിൽ അതൊരു പ്രിസം ടൈപ്പിലായിരിക്കും ഉണ്ടാകും. Okay, so based on the value of this A, B, C, alpha, beta, gamma, that is based on the value of these lattice parameters, there are actually 7 groups of crystal systems. Okay, these 7 types of crystal systems can be further classified into 14 types again. അതിന്റെ ഓരോ ഈ 7 എന്നതിൽ ഇപ്പോൾ 1, 2, 3 ഈ 7 എണ്ണത്തിലും പിന്നെയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അങ്ങനെ ടോട്ടൽ 14 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദീസ് 14 possible space lattices are called Bravais lattice. ഈ ടേം കേട്ടാൽ ഓർമ്മ വേണം. ബ്രവൈസ് ലാറ്റിസ് എന്നുള്ള ടേം വരുന്നത് ഈ യൂണിറ്റ് സെൽ അല്ലെങ്കിൽ ഈ ക്രിസ്റ്റലോഗ്രഫി എന്നുള്ള ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളാണ്. ദീസ് 14 possible space lattices are called Bravais lattice. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഈ ഓരോ ക്രിസ്റ്റൽ സിസ്റ്റത്തിലും കുറേ ടൈപ്സ് വരാം. സിമ്പിൾ അതായത് ഫേസ് സെന്റേർഡ് ആവാം, ബോഡി സെന്റേർഡ് ആവാം, അല്ലെങ്കിൽ എൻ സെന്റേർഡ് ഓർ ബേസ് സെന്റേർഡ് ആവാം, അല്ലെങ്കിൽ സിമ്പിൾ ക്രിസ്റ്റൽസ് ആവാം, സിമ്പിൾ ക്യൂബിക് ടൈപ്പ് ആവാം. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്റ്റൽ സിസ്റ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് 7 ക്രിസ്റ്റൽ സിസ്റ്റം? ഓൾറെഡി നിങ്ങളിത് കെമിസ്ട്രിയിലോ നിങ്ങളെ +2 ലെവലൊക്കെ പഠിച്ചതാണ്. ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ട്, ടെട്രാഗണൽ ഇസ് ദർ, ഓർത്തോഗണൽ ഇസ് ദർ, മോണോക്ലിനിക്, ട്രൈഗണൽ ഓർ റോംബോഹെഡ്രൽ, ഹെക്സഗണൽ ആൻഡ് ട്രൈക്ലിനിക്. അപ്പോൾ ഇതിൽ ഓരോന്നിലും ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 14 ഉണ്ട് അല്ലേ. എന്തൊക്കെയാണ് അത്? ക്യൂബിക്കിന്റെ കേസിൽ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ക്യൂബിക്കാന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതല്ലേ. സിമ്പിൾ ക്യൂബിക് ഉണ്ട്, ബോഡി സെന്റേർഡ് ക്യൂബിക് ആവാം, ഫേസ് സെന്റേർഡ് ക്യൂബിക് ആവാം.
ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച ആൽഫ അയണൊക്കെ എന്താണ്? ആൽഫ അയണൊക്കെ ബോഡി സെന്റേർഡ് ക്യൂബിക് ആണ്. ഗാമ അയണൊക്കെ ഫേസ് സെന്റേർഡ് ക്യൂബിക് ആണ്. ഓക്കെ, ഓസ്റ്റനൈറ്റ്. ഓക്കെ, അതുപോലെ ടെട്രഗണൽ എടുത്തു കഴിഞ്ഞാലും അതിലും ഉണ്ട് ടൈപ്സ്. എന്താണ്? സിമ്പിൾ ടെട്രഗണൽ ഉണ്ട്, അതുപോലെ ബോഡി സെന്റേർഡ് ടെട്രഗണൽ ഉണ്ട്. അതുപോലെ ഓരോന്ന് എടുത്ത് മോണോക്ലിനിക് എടുത്താലും അതിൽ സിമ്പിൾ മോണോക്ലിനിക് ഉണ്ട്, എൻ സെന്റേർഡ് മോണോക്ലിനിക്, ഇതുപോലുള്ള ഓക്കെ. മെറ്റാലിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മോസ്റ്റ് ഓഫ് ദ മെറ്റാലിക് എലമെന്റ്സ് ഫാൾ ഇൻ 3 റിലേറ്റീവ് സിമ്പിൾ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്. നമ്മളിപ്പോൾ നോക്കി 14 ക്രിസ്റ്റൽ പ്രവേസ് ലാറ്റീസസ് ഉണ്ടല്ലേ, ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ 14 ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതിനാണ് ബ്രവേസ് ലാറ്റീസ് എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് 3 ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് അതാണ് ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ട് മെറ്റാലിക് മെറ്റീരിയൽസിൽ കാണുന്നത്. ഏതൊക്കെയാണത്? ബോഡി സെന്റേർഡ് ക്യൂബിക്, ഫേസ് സെന്റേർഡ് ക്യൂബിക് ആൻഡ് ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്ഡ് സ്ട്രക്ചർ, VCC, FCC ആൻഡ് HCP സ്ട്രക്ചർ. പിന്നെയുള്ള സിമ്പിൾ ക്യൂബിക്. നമ്മൾ ഫസ്റ്റ് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അതിന്റെ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്? കുറെ ടെർമിനോളജീസ് നമ്മളോട് പഠിച്ചിട്ടുണ്ടല്ലേ. ഫസ്റ്റ് വൺ ഈസ് ലാറ്റിസ് പാരാമീറ്റേഴ്സ്. 6 ലാറ്റിസ് പാരാമീറ്റേഴ്സ് ആർ ദർ അല്ലെ, ABC, ആൽഫ, ബീറ്റ, ഗാമ. പിന്നെ നോക്കി എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിൽ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് എന്നുള്ളത് അല്ലെ. ദെൻ കോർഡിനേഷൻ നമ്പർ, നിയർ ബൈ എത്ര ആറ്റംസ് ഉണ്ട്, ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്, അതാണ് അതിന്റെ കോർഡിനേഷൻ നമ്പർ. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ എന്താണ് യൂണിറ്റ് സെല്ല്? യൂണിറ്റ് സെല്ലിന്റെ ഒരു വോളിയം ഉണ്ടാവും. ആ യൂണിറ്റ് സെല്ലിൽ ആറ്റംസ് ഉണ്ടാവും. ആറ്റത്തിന്റെ വോളിയം എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ദ വോളിയം ഓഫ് ദ ആറ്റം ഡിവൈഡ് ബൈ ടു ദി വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. സോ അപ്പോൾ നമുക്ക് കിട്ടും ആ യൂണിറ്റ് സെല്ലിൽ എത്ര പെർസെൻറ്റേജ് ഈ പറയുന്ന ആറ്റം ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ദി അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. സോ എത്രയാണ് അതിന്റെ പാക്കിംഗ് ആ യൂണിറ്റ് സെല്ലിൽ? ഫുൾ കംപ്ലീറ്റ് 100% ഫുൾ ഈ ആറ്റംസ് അതിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല, അതിൽ കുറെ വേക്കൻറ്റ് സ്പേസസ് ഉണ്ട് അല്ലെ. അപ്പോൾ ആറ്റംസ് ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് മാത്രമേ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് കോൾഡ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. സോ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ദെൻ കോർഡിനേഷൻ നമ്പർ എന്താണ്? നമ്പർ ഓഫ് നിയറസ്റ്റ് ആറ്റംസ് ഡയറക്ട്ലി സറൗണ്ടിങ് എ പർട്ടിക്കുലർ ആറ്റം. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്താണ്? വോളിയം ഓഫ് ആറ്റം ഇൻ എ യൂണിറ്റ് സെൽ ടു ദി total unit cell volume. So that is the atomic packing factor or APF. Then theoretical density, നമ്മൾ ഓൾറെഡി തിയററ്റിക്കൽ ഡെൻസിറ്റി വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്തതാണ്. അല്ല, ഈ ഫൈനൽ ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടാവും. റോ ഈക്വൽ ടു AN/NA × A³ എന്നുള്ള ഇക്വേഷൻ വെച്ച് നമ്മൾ തിയററ്റിക്കൽ ഡെൻസിറ്റിന്റെ പ്രോബ്ലംസ് ചെയ്തതാണ്. ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ 2 പ്രാവശ്യം നമ്മൾ റിവിഷൻ സമയത്തും ഒന്നും കൂടി അത് ഡിസ്കസ് ചെയ്തതാണ് ഡീറ്റെയിൽ ആയിട്ട്. വീണ്ടും ഞാൻ അതിലേക്ക് പോകുന്നില്ല. സോ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് നിങ്ങൾക്ക് വരാം. ഈ പറയുന്ന ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിൻ്റെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ കാണാൻ, നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് കാണാൻ, അല്ലെങ്കിൽ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരാം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ഒരു സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ, അതിൻ്റെ APFന്റെ ചെറിയൊരു ഡെറിവേഷൻ, BCC സ്ട്രക്ചർ വിത്ത് ഫിഗർ വേണം ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻ ഉണ്ട്, തെറ്റിപ്പോകരുത്. ഇത് നമ്മൾ ഓൾറെഡി റിവിഷനിൽ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. FCC സ്ട്രക്ചറും നോക്കിയതാണ്. അപ്പോൾ ഈ 3 സ്ട്രക്ചറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുക. അതുകൂടാണ്ട് HCP സ്ട്രക്ചറും ചോദിക്കാം, ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സ്ട്രക്ചർ. ഓൾറെഡി നമ്മൾ നോക്കി ക്രിസ്റ്റൽ സ്ട്രക്ചർ എല്ലാം മെറ്റാലിക് മെറ്റീരിയൽസ് എല്ലാം അതിൻ്റെ ആറ്റംസ് എല്ലാം ഒരു പർട്ടിക്കുലർ ഫാഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. ഓക്കെ, സോ യൂഷ്വലി ഈ ലോങ് റേഞ്ച് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ദേ ആർ ഹാവിങ് എ ലോങ് റേഞ്ച് ഓർഡർ. അതുപോലെ
amorphous structure വന്നത് when the atomic arrangement is not based on a regular repetitive pattern. ഈ atoms ഒന്നും റെഗുലർ പാറ്റേൺ ഒരു പർട്ടിക്കുലർ പാറ്റേണിലല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ക്രിസ്റ്റൈൻ സ്ട്രക്ചർ ആണ് നമ്മൾ ഏതൊരു പാർട്ടിൽ നിന്ന് ഒരു സ്പെസിമെൻ എടുത്തു കഴിഞ്ഞാൽ ആ എല്ലാ സ്പെസിമെനും സെയിം ഫാഷനിലായിരിക്കും അവിടെ അറ്റോമിക് അറേഞ്ച്മെന്റ് ഉണ്ടാകും. ബട്ട് amorphous സ്ട്രക്ചറിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഓക്കെ, സോ സച്ച് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ is called amorphous structure അല്ലേ, when the atomic arrangement is not based on a regular repetitive pattern. The structure is called amorphous structure. A pattern of atomic arrangement is observed in certain localized region but exists only over a few atomic distances, and the overall arrangement is random. Therefore, the amorphous structure is said to have short range order. അപ്പോൾ ഇതാണ് ഇപ്പോൾ മുന്നിലുള്ള സ്ലൈഡിൽ നിങ്ങൾ കണ്ടത്. ഷോർട്ട് റേഞ്ച് ഓർഡറും ഉണ്ട്, ലോങ് റേഞ്ച് ഓർഡറും ഉണ്ട്. അത് ഈ ഓർഡർലിനെസ്സിനെയാണ് പറയുന്നത്. ഓർഡർലിനെസ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ഇൻ സോളിഡ് ആൻഡ് ലിക്വിഡ്സ്. അപ്പോൾ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് ഷോർട്ട് ആൻഡ് ലോങ് റേഞ്ച് ഓർഡർ? ഓക്കെ, സോ ഓർഡർലിനെസ് ഓവർ ഡിസ്റ്റൻസസ് കമ്പാരബിൾ ടു ഇന്റർഅറ്റോമിക് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഷോർട്ട് റേഞ്ച് ഓർഡർ, whereas orderliness repeated over infinitely greater distance is called long range order. അപ്പോൾ ഡിസ്റ്റൻസ് പറയുമ്പോൾ നമുക്കറിയാം അറ്റോമിക് ലെവലിൽ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ഇന്റർ അറ്റോമിക് ഡിസ്റ്റൻസ് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്കറിയാം, അത് മൈക്രോൺസോ അല്ലെങ്കിൽ നാനോ ലെവലും അത്രയും കുറവായിരിക്കും. അപ്പോൾ amorphous സ്ട്രക്ചറിന്റെ കേസിലുള്ള നോക്കിയാൽ അത് ഒരു പർട്ടിക്കുലർ ഓർഡറിലല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഓർഡർലിനെസ് ഇല്ല അവിടെ. പക്ഷെ ചില ലോക്കലൈസ്ഡ് റീജിയൻസിലൊക്കെ ഇത് ചിലപ്പോൾ ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ amorphous സ്ട്രക്ചറിനൊക്കെ നമ്മൾ എന്ത് പറയുന്നത്, അത് ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. ഷോർട്ട് റേഞ്ചിലേക്ക് മാത്രമേ ഈ ഓർഡർലിനെസ് ഉള്ളൂ. ബട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിലല്ല, അത് ഓർഡർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ട്. സോ ദർ ഇസ് എൻ orderliness in the crystalline structure. So crystalline structure is said to have long range order. Okay. So wood, concrete ഒക്കെ amorphous structure ആണ്. സെറാമിക് മെറ്റീരിയൽസ് നമ്മൾ ഓൾറെഡി റിവിഷൻ ലാസ്റ്റ് മൊഡ്യൂൾ റിവിഷൻ ടൈംസിൽ ഡീറ്റെയിൽ ആയിട്ട് സെയിം ടോപ്പിക്ക് നോക്കിയാണ്. കോർഡിനേഷൻ നമ്പർ ആൻഡ് റേഡിയസ് റേഷ്യോ, കാറ്റിയോൺസ് ആനിയോൺസും അതിന്റെ റേഡിയസ് റേഷ്യോ നമ്മൾ നോക്കിയതാണ്. Next one is polymorphism and allotropy. എന്താണ് polymorphism? It is defined as the ability of a solid material to exist in more than one form or crystal structures. ഒന്നിലധികം ഫോമിൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് മെറ്റീരിയലിന്റെ കഴിവിനെയാണ് അതിന്റെ പോളിമോർഫിസം എന്ന് പറയുന്നത്. സെയിം ആണ് എലോട്രോപ്പി. അത് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ പ്രോപ്പർട്ടി ഓഫ് സം കെമിക്കൽ എലമെന്റ്സ് ടു എക്സിസ്റ്റ് ഇൻ 2 or more different forms, known as allotropes of these elements. Okay. So a change in temperature or pressure or both is necessary for a polymorphic or allotropic change in a material. നമുക്കറിയാം കാർബൺ തന്നെ, നമുക്ക് കാർബണിന്റെ ഗ്രാഫൈറ്റ് ഫോമും കാണാം, അതിന്റെ ഫോം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ദിസ് പോളിമോർഫിസം. ഓക്കെ, അയൺ നമുക്കറിയാം, അയൺ തന്നെ നമ്മൾ ഡിഫറെന്റ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ. BCC എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഗാമ അയൺ, FCC ഗാമ അയൺ, BCC ആൽഫ അയൺ, അങ്ങനെ ഡിഫറെന്റ് ഫോംസിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ മില്ലർ ഇൻഡീസസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. ലാറ്ററൻറ്റ് സ്റ്റുഡൻസിന് അത് സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യാം. മില്ലർ ഇൻഡീസസ് ഓൾറെഡി നമ്മൾ അതിന്റെ പ്രോബ്ലംസും ചെയ്തതാണ്. ഡിഫോർമേഷൻ ഓഫ് മെറ്റൽസ്, ഇതിന്റെ ഡീറ്റെയിൽ ഡിസ്കഷൻസ് നമ്മൾ ലേറ്റർ ചെയ്തതാണ്, റിവിഷൻ ടൈമിലും ചെയ്തതാണ്. ഡിഫോർമേഷൻ എന്തൊക്കെയാവും? ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ആവാം, ഓർ ഇറ്റ് ക്യാൻ ബി പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ അല്ലെ. So there are certain factors considered while evaluating the properties of the this deformation, affecting the deformation. So nature of the applied load, the duration of the applied load, and the condition in which the load is applying, the environmental condition. So these are different factors to be considered. സോ എലാസ്റ്റിക് ഡിഫോർമേഷനും പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാകും. എലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്കല്ല, നിങ്ങൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നോക്കി. എലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ലോഡ് വിൽ ബി ഡിഫോംഡ്, ബട്ട് വൺസ് the load is removed, it will return to its original shape, position. There are two possible ways for the elastic state to end by
പക്ഷെ ചില ഭാഗം റീറ്റെയിൻ ചെയ്ത് വരൂല അല്ലെ. So it has been assumed that elastic deformation is time dependent. That is, that an applied stress produces an instantaneous elastic strain that remains constant over the period of time the stress is maintained. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു റോഡിനെ എലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് എലാസ്റ്റിക് ലിമിറ്റിന്റെ ഉള്ളിലാണെങ്കിൽ അത് അതിന്റെ പഴയ പൊസിഷനിൽ എത്തണം അല്ലെ. അപ്പൊ ഈ പഴയ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സമയം എടുക്കും അല്ലെ. ചിലപ്പോൾ പഴയ പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും, ചിലപ്പോൾ പഴയ പൊസിഷനിൽ പെട്ടെന്ന് തന്നെ എത്തും. സോ അത് ടൈം ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ മെറ്റീരിയലും അത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ അതിന്റെ അനലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എലാസ്റ്റിക് ഡിഫോർമേഷൻ വിൽ കണ്ടിന്യൂ ആഫ്റ്റർ ദ സ്ട്രെസ് അപ്ലിക്കേഷൻ ആൻഡ് അപ്പോൺ ലോഡ് റിലീസ് സം ഫൈനൈറ്റ് ടൈം ഈസ് റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് റീകവറി. ഓക്കെ, അതായത് നമ്മൾ കൊടുത്ത ലോഡ് കാരണം ഇത് എലോങ്ങേറ്റ് ചെയ്തു എലാസ്റ്റിക്കലി, അത് പഴയ റീകവർ ചെയ്തിട്ട് അതിന്റെ പഴയ ഷേപ്പിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അത് സമയമെടുക്കും. ഓക്കെ, സോ അതായത് കംപ്ലീറ്റ് റീകവറിക്ക് ഈ ടൈം ഡിപ്പെൻഡന്റ് ബിഹേവിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എനലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് വിസ്കോ എലാസ്റ്റിക് ബിഹേവിയർ. ഓക്കെ, so for metals the inelastic component is normally small and is often neglected. However, for some polymeric materials its magnitude is significant and in this case it is termed viscoelastic behavior. അപ്പോൾ മെറ്റൽസിന്റെ കേസിൽ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് ഈ എനലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ എനലാസ്റ്റിക് ബിഹേവിയർ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് പോളിമേഴ്സിൽ ഇത് പ്രിഡോമിനന്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള കേസിലാണ് അതിന്റെ പേര് പറയുന്നത് വിസ്കോ ഇലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ അവിടെ ഇറ്റ് വിൽ ഷോ ബോത്ത് വിസ്കസ് ആൻഡ് എലാസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, വെൻ അണ്ടർഗോയിങ് ഡിഫോർമേഷൻ. അത് അതിന്റെ വിസ്കസ് നേച്ചറും കാണിക്കും, അത് അതിന്റെ എലാസ്റ്റിക് നേച്ചറും കാണിക്കും. എലാസ്റ്റിക് നിങ്ങൾക്കറിയാം, വിസ്കസ് നിങ്ങൾക്ക് അറിയാം എന്താണെന്നില്ല അല്ലെ. സോ വിസ്കോസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. സോ എനലാസ്റ്റിക് ആൻഡ് വിസ്കോ എലാസ്റ്റിക് ബിഹേവിയർ എന്നുള്ളൊരു ടെർമിനോളജി അതിൽ പഠിക്കാനുണ്ട്. ദെൻ ഈസ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. എലാസ്റ്റിക് ഡിഫോർമേഷനിൽ വരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ എലാസ്റ്റിക് ലിമിറ്റിന് ശേഷം നമ്മൾ ഡിഫോം ചെയ്താൽ അത് ഇറ്റ് വിൽ ബി ഡിഫോംഡ് പ്ലാസ്റ്റിക്കലി അല്ലെ. മെറ്റീരിയൽ പ്ലാസ്റ്റിക്കലി ഡിഫോം ആവും. സോ അവിടെ രണ്ട് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ട്. എന്താണ്? പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ബൈ സ്ലിപ്പ് ആൻഡ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ബൈ ട്വിന്നിങ്. അഗെയിൻ സ്ലിപ്പ് ആൻഡ് ട്വിന്നിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്ലിപ്പ് ആൻഡ് ട്വിന്നിങ് എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് വരാം അല്ലെ. സോ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർമനന്റ് ഡിഫോർമേഷൻ. നേരത്തെ പോലെ അത് ഒറിജിനൽ ഷേപ്പിലേക്ക് റീറ്റെയിൻ ചെയ്ത് വരില്ല. സോ പ്ലാസ്റ്റിക് ഡിഫോർമേഷന്റെ രണ്ട് മെക്കാനിസംസ് ആണ് ഇറ്റ് ഈസ് സ്ലിപ്പ് ആൻഡ് ട്വിന്നിങ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ബൈ സ്ലിപ്പ്. അപ്പോൾ സ്ലിപ്പും ട്വിന്നിങ്ങും നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. അത് മാത്രമേ ഉള്ളൂ ഈ ഒരു മൊഡ്യൂളിൽ. അത് കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂൾ കഴിഞ്ഞു പറഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു 9 to 10 hours വെച്ചിട്ടാണ് ഈ മൊഡ്യൂൾ നമ്മൾ കവർ ചെയ്തത്. ഡീറ്റെയിൽ വീഡിയോസ് ഉണ്ട്, നിങ്ങൾ ആ വീഡിയോസ് എല്ലാം കാണണം. ആരും അത് വ്യൂ ചെയ്യുന്നില്ല, വീഡിയോസ് എല്ലാം കാണണം. എസ്പെഷ്യലി ലെറ്റ് സ്റ്റുഡൻസ് ഒക്കെ. ഓക്കെ.